സലാമുണ്ട് കേട്ടോ, പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. മുട്ടനാടിൻ്റെ പുറകെ കുറുക്കൻ നടക്കുന്ന ഒരു കഥ നമുക്കറിയാല ഇല്ലേ? മുട്ടനാടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ക്ലോക്കിൻ്റെ പെൻഡിലും പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ല മുട്ടനാട് നടക്കുമ്പോൾ. അതിപ്പോൾ ഇപ്പം പൊട്ടു എന്നും പറഞ്ഞിട്ട് ഈ കുറുക്കൻ പുറയിൽ നടക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചായി. അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ല, മുട്ടനാടിൻ്റെ പുറയിൽ കുറുക്കൻ നടക്കണ പോലെ ഒരു മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയണേന്ന് വെച്ച് കഴിഞ്ഞിട്ട് കാര്യമുണ്ട്. അതായത് നമ്മുടെ സച്ചിൻ ദേവ് ഉണ്ടല്ലേ, MLA, നമ്മുടെ ബാലുശ്ശേരി MLA, നമ്മുടെ മേയർ, ഏത് മേയർ, നമ്മുടെ ഇല്ലേ മറ്റേ ആക്ഷൻ, ഏത് ഇല്ലേ മറ്റേ ആക്ഷൻ, അങ്ങനെ ആക്ഷൻ കാണിച്ച് ഏതു വണ്ടിയിലിരുന്ന് ഇല്ലേ ആക്ഷൻ കാണിച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട പൂവിലൊക്കെ ഉണ്ടാക്കിയൊരു മെമ്പർന്നവരുണ്ടല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ, ആര്യ രാജേന്ദ്രൻ, അവര് തന്നെ. അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA, ബാലുശ്ശേരി MLA, സച്ചിൻ ദേവ് MLA, നമ്മുടെ മരുമോൻ റിയാസിൻ്റെ ഏറ്റവും അടുത്ത ആള്. അപ്പം സച്ചിൻ ദേവ് MLA ആണ് ഇപ്പം ഈ എന്തിൻ്റെ പുറകെ നടന്ന, ആട്ടുമുട്ടൻ്റെ പുറകെ അല്ലാട്ടാ, ആട്ടുമുട്ടൻ്റെ പുറകെ കുറുക്കൻ നടന്നതാണ്. പക്ഷെ ആട്ടുമുട്ടൻ്റെ പുറകെ കുറുക്കൻ നടന്നതുപോലെ ഈ സച്ചിൻ ദേവ് MLA ഒരു സാധനം കണ്ടിട്ട് ഇങ്ങനെ നടക്കണ്ടായി. തെറ്റിദ്ധരിക്കണ്ടാ, സാധനം എന്ന് പറഞ്ഞത് മന്ത്രിസ്ഥാനം. ഏത് മന്ത്രിസ്ഥാനം? നമ്മുടെ ആലത്തൂരിൽ ഒരു തരിക്കനൽ ഈ 2019 കിട്ടിയില്ല. നമ്മുടെ എന്താണ് ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ്റെ ഇല്ലേ? ഇപ്പം ഈ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ട് MP ആയി ഇനിയിപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയി അവിടെ പോയിരുന്ന് ഭരിക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ ഭരണം നടക്കൂലില്ല. ഇപ്പം ഇവിടുത്തെ ദേവസ്വം മന്ത്രിയൊക്കെ ആയിരുന്നില്ല നമ്മുടെ രാധാകൃഷ്ണൻ. ചേലക്കര മണ്ഡലത്തിൽ നിന്ന്, സംഭരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ആൾ, നല്ല മന്ത്രി, നല്ല സ്വഭാവമുള്ള ആൾ, വിനയം ഉള്ള ആൾ, ആരോടും ഒരു കുഴപ്പത്തിനില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലൊക്കെ ഈ ഇങ്ങോരെ മന്ത്രിയാക്കിയിട്ടുണ്ട്. പാവമന്ത്രി, പുഴുങ്ങനെല്ലിന് വായ വിളിക്കൂല. ആളവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിളിച്ച് വായിൽ കോലിട്ട് കുത്തിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് മിണ്ടിയ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ കാര്യം ഉണ്ട്, ഈ അമ്പലത്തിൻ്റെ ഒക്കെ മുമ്പിൽ പോയി തീർത്ഥമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചുണ്ടത്തേക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവരും. അപ്പോഴേക്കും ആക്കൊരു ഓർമ്മ വരും, അയ്യോ ഞാൻ CPM കാരനുള്ള വേഗം ആ തീർത്ഥമൊക്കെ നിലത്തേക്ക് കാട്ടിക്കളയും. അങ്ങനെയാണ് ആൾ അമ്പലത്തിൻ്റെ അവിടെ പോയി നിൽക്കാണ്ടിരുന്നാൽ മതിയില്ല. അപ്പം ശബരിമലയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ആൾ അമ്പലത്തിന് നടക്കെ ചെന്ന് നിന്ന് കൈയും കെട്ടിന്ന് സാധാരണ ദേവാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ തൊയ്യാണല്ലോ. പുള്ളി തൊയ്യൂല, കാരണം പുള്ളി തൊയ്യണമെങ്കിൽ പുള്ളി CPM കാരനാണല്ല, പുരോഗമനവാദിയല്ലേ. അപ്പം അമ്പലത്തിൽ തൊയ്യാൻ പറ്റൂല. അപ്പം അവിടെ നിന്ന് ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ നടക്കെ നിൽക്കാല്ല, നിന്ന് കഴിഞ്ഞപ്പോൾ എന്താ അവിടെ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ തന്ത്രി ഒരു നാട്ടു നടപ്പൊക്കെ ഉണ്ടല്ലോ, മുമ്പിൽ വന്ന് ദേവനെ തൊയ്യുന്ന ആളല്ല, അല്ലെങ്കിൽ നടക്കി നിൽക്കുന്ന ആൾക്ക് പ്രസാദവും പൂവും ചന്ദനവും ഒക്കെ കൊടുക്കും, തീർത്ഥവും കൊടുക്കും. അപ്പം അത് ഈ തീർത്ഥം എന്ന് പറഞ്ഞ ബാട്ടറാണ് കയ്യിൽ ഒഴിച്ചു കൊടുക്കണേ. ഈ ബാട്ടർ കയ്യിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പുള്ളി അത് കുടിക്കാൻ വേണ്ടി ചുണ്ടത്തേക്ക് കൊണ്ടുവന്നപ്പോഴും ഓർമ്മ, ഞാൻ CPM കാരനുള്ള കുടിക്കാൻ പാടില്ല, ഇത് കുടിക്കാൻ പാടില്ല. ആളുകൾ കണ്ടാലൊക്കെ മോശമല്ലേ, പത്രക്കാരൊക്കെ ചുറ്റും നിൽക്കണ ക്യാമറയിൽ ഇപ്പോൾ ഒപ്പിയെടുക്കൂലേ. അപ്പം ചുണ്ടത്തേക്ക് കൊണ്ടുവന്ന ആ വെള്ളം, ആ ബാട്ടർ, തീർത്ഥം അങ്ങോട്ട് കൊട്ടിക്കാട്ടി കളഞ്ഞ്. ഇങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് ആൾക്ക് വേറൊരു കുഴപ്പമില്ല. പുഴുങ്ങനെല്ലിന് വായ ഒളിക്കൂല, മിണ്ടൂല എന്ന് പറഞ്ഞാൽ മിണ്ടൂല. ആളവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് അവിടെ ഉണ്ടെന്ന് തലയിട്ട് ആട്ടി കാണിക്കും. അതുകൊണ്ട് പിണറായി വിജയനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. മന്ത്രിസഭയിൽ അങ്ങനെ ഒരാളുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ മന്ത്രിസ്ഥാനം കണ്ടുകൊണ്ടാണ് ഇല്ലേ മുട്ടനാടിൻ്റെ പുറകെ നമ്മുടെ കുറുക്കൻ നടന്ന പോലെ ഈ സച്ചിൻ ദേവ് MLA നടന്നത്. ഇപ്പം കിട്ടും പോരെങ്കിൽ പിണറായി വിജയൻ്റെ അടുത്ത ആളല്ല മരുമോനാണല്ലോ ഇപ്പോൾ മന്ത്രിസഭയിലെ ഒട്ടുമിക്ക വകുപ്പൊക്കെ ഭരിക്കുന്ന ആള്. അങ്ങനെ ഒരു ചൊല്ലുണ്ടേ. ബാക്കിയൊക്കെ റബ്ബർ സ്റ്റാമ്പായിട്ട് ഓരോരോ മന്ത്രിമാരൊക്കെ അവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ അടുത്ത കാലത്ത് ഇവിടെ എന്താണ് രാജേഷിൻ്റെ മദ്യവകുപ്പിലൊക്കെ കയറി ഇടപെട്ട് വലിയ കോലാഹലമൊക്കെ ആയില്ല, ആളുകൾ 50 ലക്ഷം പിരിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഇല്ലേ? അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല പറഞ്ഞു വന്നാൽ, അതൊന്നുമല്ല. അപ്പം ഈ സച്ചിൻ ദേവ് റിയാസിൻ്റെ വലിയ അടുത്ത് ഗുലാനുമാണ്, മോനുമാണ്. അപ്പം എങ്ങനെയായാലും വേണ്ടില്ല, ഈ രാധാകൃഷ്ണൻ MP ആയിട്ട് ജയിച്ച് പോയി കഴിഞ്ഞ് കേന്ദ്രത്തിൽ പോയിരുന്ന് ഭരിക്കണമല്ലോ. അവിടെ പോയിരുന്ന് ഭരിക്കാൻ പോകുമ്പോൾ ഈ മന്ത്രിസ്ഥാനം MLA സ്ഥാനമൊക്കെ രാജിവെച്ചപ്പോൾ ഇതിപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഈ സച്ചിൻ ദേവ് MLA. അത് കിട്ടിയേനെ. അത് കിട്ടാണ്ട് പോയതിൻ്റെ കാര്യം, ഈ മേയർ എന്ന് പറഞ്ഞ സച്ചിൻ ദേവിൻ്റെ ഭാര്യ ഉണ്ടല്ല, ആ പെണ്ണുമുള്ള ഈ സച്ചിൻ ദേവ് MLA കൂടി തിരുവനന്തപുരം സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ചിട്ട്, യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ വെച്ചിട്ട് പാവപ്പെട്ട ഒരു ഡ്രൈവറെ, KSRTC ഡ്രൈവറെ, അത് തൃശ്ശൂരിൽ നിന്ന് ഉച്ചയ്ക്ക് ഓടിച്ചിട്ട് വന്ന് പിറ്റേ ദിവസം എന്താണ് രാത്രി 8 മണിക്കൊക്കെ അവിടെ എത്തണം. ഈ വണ്ടിയുടെ ഡ്രൈവറെ ഈ റോട്ടിൽ തടഞ്ഞു നിർത്തി പുലബമ്മി എറിഞ്ഞു. അന്ന് വണ്ടിയിലേക്ക് ഈ സച്ചിൻ ദേവ് MLA പിടച്ച് കയറി. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ ഇവർ ഈ വണ്ടിയിലെ CCTV ഒക്കെ അടിച്ചു മാറ്റി, മെമ്മറി കാർഡൊക്കെ അടിച്ചു മാറ്റിയെങ്കിലും ആ KSRTC ഓടി വന്ന ബൈക്കിടല്ല, അല്ലെങ്കിൽ സാഫല്യം കോംപ്ലക്സിന് മുമ്പിലോട്ട് CCTV ഒക്കെ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ലോകം മുഴുവനിലെ ആളുകൾ കണ്ടില്ലേ? അതിൽ സച്ചിൻ ദേവൊക്കെ നാറിപ്പോയില്ലേ, നാറി അടങ്ങേറായി പോയില്ലേ?
അപ്പൊ അന്ന് ഈ സച്ചിൻ ദേവ് ഈ പെണ്ണുമ്പിള്ള മേയർ എന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ള പറഞ്ഞ കാര്യമൊന്നും ഇല്ല ആക്ഷൻ മറ്റേ ഇതുണ്ടല്ല അത് ആ ആക്ഷൻ കാണിച്ചെന്ന് പറഞ്ഞേ. അപ്പൊ അങ്ങനെ യദുവിനെതിരെ കേസ് കൊടുത്ത് വേണ്ട കുട്ടീശ്വരും കേസും ഒക്കെ യദുവിന് ഇടവും വരവും തിരിയാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പോലും കാശില്ല. കാരണം ഈ KSRTC കിട്ടുന്ന നിസാര ശമ്പളത്തിനുള്ള താൽക്കാലിക ജോലിക്കാരനായിരുന്നില്ല. അതൊക്കെ കുടയൊക്കെ ചുരുക്കി വച്ച് ആൾക്ക് വീട്ടിലിരിക്കാൻ തക്ക രീതിയിലൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആര് ഈ മേയർ രാജേന്ദ്രന് സച്ചിൻ ദേവും കൂടി. അപ്പൊ അങ്ങനെ ഈ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെച്ച രാധാകൃഷ്ണന്റെ ഈ ഒഴിവിലേക്ക് വേണ്ടിയിട്ട് മന്ത്രി കുപ്പായ അടിച്ചിട്ട് ഇട്ട് നോക്കി പാകമാണെന്നൊക്കെ നോക്കി ആരോടും ചോദിച്ചിട്ടാ ഇതെനിക്ക് ചേരണ്ടാവും, ചേരണ്ട് നല്ലോണം ഇണങ്ങുന്നുണ്ട്, നല്ലതാണ് എന്നൊക്കെ ആര് പറയുകയും ചെയ്ത്. പക്ഷെ എന്താ പിണറായി വിജയൻ ഇതിനൊക്കെ കയറ്റി വെട്ടി കാട്ടിക്കളയുന്ന പോലെ കടത്തി വെട്ടിയിട്ട് ഒരു തീരുമാനം കൊടുത്ത്. അതിന് സച്ചിൻ ദേവിനൊന്നും ഈ മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം CPM ഇവിടെ ഇടങ്ങേറായിട്ട് നിൽക്കണേ, ലോകസഭയിൽ ആകെ തോറ്റ് തുന്നമ്പാടി തൊപ്പിയിട്ട് നിൽക്കണേ. അതിൻ്റെ ഇടയ്ക്കടി പിന്നെ ഇതിങ്ങനെ ഒരു കുട്ടീശ്വരം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടിക്ക് ചില്ലർ നാണക്കേടൊന്നുമല്ല അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകം മുഴുവൻ ആളുകൾ കണ്ടില്ലേ തിരുവനന്തപുരത്തെ CPM മേയർ, ബാലുശ്ശേരി CPM MLA ഒക്കെ കൂടി എന്താണ് ഒരു പാവപ്പെട്ട ഡ്രൈവറെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന കാര്യം ആളുകൾ കണ്ട് പോലീസ് കേസ് കുട്ടീശ്വരം ഒക്കെ ആയി CPM നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയുള്ള ഒരാൾക്ക് വീണ്ടും മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റൂല എന്ന് മുഖ്യമന്ത്രി. അങ്ങനെ മുഖ്യമന്ത്രിയും മരുമോനും തമ്മിൽ ചില ഷണ്ടയൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വേറെ നല്ല തിളങ്ങണ കുപ്പായം മന്ത്രി കുപ്പായം അടിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രീനിജൻ MLA ഉണ്ടായിരുന്നു, കുന്നത്തുനാട് MLA അറിയാല, മറ്റു മറുനാടൻ മലയാളി ഷാജൻ സ്കറിക്കെതിരെ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് കൊടുത്ത നമ്മുടെ MLA ഇല്ലേ, അങ്ങോരും ഉണ്ട്. അങ്ങോർക്കും വേണമെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ, വകുപ്പുണ്ടല്ല. പട്ടികജാതി പട്ടിക വികസന സംഭരണത്തിലുള്ള ഒരു സീറ്റാണ് മന്ത്രിയാണിത്. അപ്പൊ അത് ഇവർക്ക് ആർക്ക് വേണമെങ്കിലും കിട്ടാം, സച്ചിൻ ദേവിനും കിട്ടാം. ഈ സച്ചിൻ ദേവിന് ഒരു SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം ഒരു കേസ് കൊടുത്തിട്ടായിട്ട് നമ്മുടെ വക്കീല്, ഏത് വക്കീല്, നമ്മുടെ ജയശങ്കർ വക്കീലുണ്ടല്ലോ, വൈകുന്നേരം ഈ TV ചർച്ചയിലൊക്കെ വന്നിരുന്നുണ്ട്, എല്ലാവരും അടപെടലും അടിച്ച് പൊളിച്ച് നാശാക്കി കളയുന്ന ആ വക്കീലുണ്ടല്ലോ, ആ വക്കീലിനെതിരെ ഒരു SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം ഈ സച്ചിൻ ദേവ് ഒരു കേസ് അങ്ങോട്ട് കൊടുത്ത്. അതായത് യദുവിനെ മാത്രമല്ല ഇടങ്ങേറാക്കാൻ നോക്കിയത്, സച്ചിൻ ദേവ് MLA ഈ അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് കൊടുത്ത് വക്കീലിന് അതിൻ്റെ വകുപ്പ് ന്യായമൊക്കെ നല്ലോണം അറിയാം. വക്കീൽ ഈ ഹൈക്കോടതി പോയി വക്കീൽ ജാമ്യം കൊടുത്ത് അതിൻ്റെ റൂളും വകുപ്പും ഒക്കെ വക്കീലിന് അറിയാവുന്ന പോലെ വേറെ ആർക്കറിയാം. കാര്യം സച്ചിൻ ദേവ് ഗ്രാജുവേറ്റ് ആണ് ട്ടാ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നു, ഉഷാറായിട്ട് ഓടി നടന്ന് പ്രവർത്തിക്കണം, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ ഈ ആര്യ രാജേന്ദ്രന്റെ കൂടെ ഇങ്ങനെ കൂട്ടുകൂടി കല്യാണം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് പറ്റി, അത് വല്ലാത്തൊരു അലാക്കിലായി പോയി. ഈ മന്ത്രിസ്ഥാനം പോയത് തന്നെ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ കാരണമാണെന്നാണ് ആളുകളൊക്കെ പറയുന്നത്. അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ സച്ചിൻ ദേവിന് കിട്ടാൻ ഉറപ്പ് ഷുവറായിട്ടിരുന്ന സാധനം ഷുവറായിട്ട് കിട്ടുന്ന ആ സ്ഥാനം പോരെങ്കിൽ റിയാസ് മോൻ്റെ കയ്യിലിരിക്കുന്ന ഉള്ളം കയ്യിലിരിക്കുന്ന ആള് സച്ചിൻ ദേവ്, അവർ വലിയ മോനും ഒക്കെ ആണല്ല. ഈ മരുമോൻ പറയുന്നതിന് അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യമില്ല. അപ്പൊ ഈ പിണറായി വിജയന്റെ മരുമോനായ ഈ മുഹമ്മദ് റിയാസ് വിചാരിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മന്ത്രിസഭയിൽ നടക്കൂല. പുള്ളിക്കാരൻ ഇപ്പൊ രണ്ടാമത്തെ സൂപ്പർ മുഖ്യമന്ത്രിയില്ല. അങ്ങനെയൊക്കെ സച്ചിൻ ദേവും ഒക്കെ വിചാരിച്ച് നടന്നു. പക്ഷെ ഇപ്പൊ എന്തടാ, വയനാട്ടിൽ നിന്നല്ല നമ്മുടെ OR കേളുവിനെയാണ് മന്ത്രിസഭയിൽ എടുത്തത്. OR കേളു വയനാട്ടിൽ നിന്ന് 2 തവണ സാമാജികനായിട്ടുള്ള ആളാണ്, നിയമസഭയിൽ വലിയൊരു കുഴപ്പമില്ലാത്ത ആളാണ്, പട്ടികവർഗത്തിൽ നിന്ന് ആദ്യത്തെ മന്ത്രി. അതും വലിയ കാര്യം തന്നെയാണ്. പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ ആളുകൾ വയനാട്ടിൽ നിന്ന് ഇന്നവരെ ഒരു മന്ത്രീനെ എടുത്തിട്ടില്ല, ഒരു മന്ത്രീനെ ഉണ്ടാക്കിയിട്ടില്ല. പട്ടികജാതി പട്ടിക വകുപ്പിൽ ഒരുപാട് മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിലും പട്ടിക വർഗത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. അത് ആദ്യപ്പോൾ ഈ OR കേളു എന്ന് പറയും. ഇപ്പൊ എന്ത് പറയുന്നത്, OR കേളുവിന്റെ ഈ വരവോടുകൂടി സച്ചിൻ ദേവിന്റെ കുപ്പായമൊക്കെ അവിടെ തന്നെ മടക്കി വെച്ച്. അപ്പൊ അതിന്റെ കാരണമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ സച്ചിൻ ദേവിന്റെ പെണ്ണുമുള്ളയുടെ ആ വികൃതികളൊക്കെയാണെന്ന് പറയുന്നത്. നേരത്തെ തന്നെ അവിടെ തിരുവനന്തപുരത്ത് ഇടങ്ങേറൊക്കെ ഉണ്ടാക്കിയിട്ട, വിശ്വാസിയാണോ ഇല്ലെന്ന് അറിയാൻ പാടില്ല, CPM പൊതുവെ അങ്ങനെയാണല്ല. അപ്പൊ ഈ ആറ്റുകാല് പൊങ്കാല നടത്തിയപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ അടുപ്പ് കൂട്ടിയിട്ടാണല്ലോ ഈ അമ്മമാരും പെങ്ങന്മാരൊക്കെ വന്ന് പൊങ്കാല ഇടുന്നത്. ആ പൊങ്കാല ഇട്ട് അവരങ്ങനെ കലമൊക്കെ വേവിച്ച് വച്ച് കല എടുത്തുകൊണ്ട് പോയ വഴി തന്നെ ആ ഇഷ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇവർ വണ്ടി കയറ്റി കൊണ്ടുപോയില്ലേ. ഇവർ വണ്ടി കയറ്റി ഇഷ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് വേറെ ആൾക്ക് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അത് ഒന്ന് ആലോചിച്ചോക്കണം, എന്തൊരു മൂല്യമുണ്ടാക്കിയെന്നുള്ളത്. ഈ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ആറ്റുകാല് ദേവസ്വത്തിൽ നിന്ന് കൊടുക്കണ ഇഷ്ടിക ഇവർക്ക് കലം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ കലം വെച്ച് ചോറൊക്കെ വെച്ച് പൊങ്കാല വെന്ത് എടുത്തുകൊണ്ട് പോയാണ്, എൻ്റെ പുറകെ ഇഷ്ടിക എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഒരു വിവാദം അവരെ കുറിച്ച് വേറെ ഉണ്ട്. പിന്നെ അറിയാമല്ലോ, നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഒരു വ്യാജ കത്തൊക്കെ ഉണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ, മുനിസിപ്പാലിറ്റി അല്ല കേട്ടാ, തെറ്റിപ്പോയി, കോർപ്പറേഷനിൽ ഒരു വ്യാജ കത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായില്ല. അതിപ്പോൾ കൂടുതൽ പറയണില്ല, അത് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പം അങ്ങനെ ഈ മേയർക്ക് ഒരു ഇമേജിന് വേറൊരു കുഴപ്പമുണ്ടായി. അതിന് പുറകെയാണ് ഇതൊക്കെ പോരാഞ്ഞിട്ടാണോ ഇല്ലാത്ത പൊല്ലാപ്പായിട്ട് യദുവിൻ്റെ ഹിമാറെടുത്ത് തലയിൽ വെച്ചത് ഇല്ലേ. അതൊക്കെ കൂടി ഇങ്ങനെ ചേർന്ന് വന്നപ്പോൾ എന്ത് പറ്റി, അതിന് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഈ നമ്മുടെ സച്ചിൻ ദേവിനാണ്. തൊട്ടു
തൊട്ടില്ല, തൊട്ടു, തൊട്ടില്ല, അങ്ങനെ ഒരു പാട്ടുണ്ടല്ല. അതുപോലെ ചുണ്ടിനും കപ്പിനും ഇടയ്ക്കിലുള്ള ആ സാധനം അങ്ങോട്ട് പോയി കിട്ടി. ഏത് സാധനം? മന്ത്രിസ്ഥാനം. തൊട്ടിരുന്ന സാധനമാണ്, അതവിടെ പോയി, പോയി കിട്ടി. എങ്ങനെ പോയി? ഈ പെണ്ണുമ്പിള്ള കാരണം പോയി എന്നാണ് എല്ലാവരും പറയണത്. അല്ലെങ്കിൽ കിട്ടിയേനെ, അത് കിട്ടിപ്പോയേനെ. ഇനി 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 സി പി എമ്മിന് ഇനി കേരളത്തിൽ മത്സരിച്ച് വരാൻ പറ്റുന്ന കാര്യം? സച്ചിൻ ദേവ് ചെറിയ ചെക്കനൊക്കെയാണ്, ചെറിയ പയ്യനാണ്, ഭാവിയുള്ള പയ്യനാണ്, വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പക്ഷെ ഇനി സി പി എം ജയിച്ചാലല്ല അതിൽ ജയിച്ചു വരാൻ പറ്റുള്ളൂ. ഇനി എന്നത്തെ കാലത്ത് ഏത് കാലത്ത് ജയിക്കുമെന്ന് കണ്ട് സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് കാര്യമില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ച് നിലംപരിശാക്കി കട്ടുകളയെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വന്ന് ജയിച്ച് കയറിയിട്ടൊക്കെ വേണം. എന്തായാലും ഒ ആർ കേളൂരിനെ സംബന്ധിച്ചിടത്തോളം ആ നറുക്ക് വീണ് 53 വയസ്സുള്ള ഒരാളാണ് പുള്ളി. അവിടെ എന്താണ് മണ്ണിൻ്റെ മണമുള്ള ആളെന്നൊക്കെ പറയൂലേ, പട്ടികവർഗത്തിൻ്റെ ആളാണ്, ഇതുവരെ രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല, ആദിവാസി വിഭാഗത്തിൻ്റെയൊക്കെ വലിയ ആളൊക്കെയാണ് ആൾ. അതുകൊണ്ട് ആൾക്ക് അത് കൃത്യമായിട്ട് ആൾക്കാണ് അത് വിധിച്ചേക്കണത്. ഈ എന്താണ് വിധിച്ചതും കൊതിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരു നാടകമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കൊതിച്ചത് സച്ചിൻ ദേവ് ആണെങ്കിലും വിധിച്ചത് ഒ ആർ കേളൂരാണ്. അപ്പോൾ എന്തായാലും എന്താണ്, പെണ്ണൊരുമ്പെട്ട പെരുവഴി എന്ന് പറഞ്ഞാൽ പെണ്ണൊരുമ്പെട്ട മന്ത്രിസ്ഥാനം പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ വേണമെങ്കിൽ അത് തിരുത്തി പറയാനായിട്ട്. എന്തായാലും നഷ്ടം വന്നത് നമ്മുടെ ഈ സച്ചിൻ ദേവിനാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ സച്ചിൻ ദേവ് ഇനി വേറെ ഏതെങ്കിലും ഒരു വഴി നോക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയണത്. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, ഇനി പുതിയ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ വരാട്ടാ. അപ്പോൾ സലാം, ആയിക്കോട്ടെ.